അവരെയൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ വിഷ്ണു, ഇവിടെ ആരും ഇല്ലല്ലോ. അത് ശരിയാ, അവന്റെ കല്യാണാണെങ്കിൽ ഇവിടെ നിറയെ ആളെ കാണണ്ടല്ലേ. അപ്പൊ ഒരു ബിരിയാണി പോയി. വിഷ്ണു, നീ ഒന്ന് വിളിച്ചു നോക്ക്. അബു ഡാ. ആ ആരിപ്പത്, വിശക്കണോ? ദത്തങ്ങള് രണ്ടാളും ചിരിച്ചിണ്ടേ. ഓന്റെ പേര് പിന്നെ വിശക്കണൂന്നല്ലേ? എന്റെ പൊന്നിത്ത, എന്റെ പേര് വിഷ്ണുന്നാ. ആ രണ്ടും കണക്കാ. അബു ഇവിടെ പോയി? അവന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്. ആ ഓന്റെ കല്യാണമെന്നേ. അപ്പൊ ബിരിയാണി ഒക്കെ കാണൂല്ലേ ആന്റി? ആ ബിരിയാണി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതെന്താ അവന്റെ കല്യാണം ഇപ്പോഴേ നടത്തുന്നേ? സുന്നത്ത് കല്യാണം പിന്നെ ഇപ്പൊ തന്നെ അല്ലേ കഴിച്ചല്ലേ? ഈ പൊട്ടത്തിക്ക് ഒത്തും അറിയില്ല. അതാണോ? ഓൻ നിങ്ങളോട് ആരോടൊന്നും പറഞ്ഞില്ലേ? ഓന് ഞാൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിനല്ലോ. ഓൻ പിന്നെ എങ്ങട്ടാ വണ്ടീന്റെ? അതെ ഇത്താ, അവന് ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ന് അവന്റെ ആമിനയുടെയും കല്യാണമെന്നാ. പടച്ച റബ്ബേ, വെറുതെ അല്ല ഓൻ പറഞ്ഞ് ചിരിച്ചിങ്ങാണ് മണ്ടിയത്. ഞങ്ങൾക്ക് പിരാന്തല്ലേ ഓന്റെ കല്യാണം ഇപ്പൊ തന്നെ നടത്തി കൊടുക്കാനേ. ഏതായാലും നിങ്ങൾ വന്നതല്ലേ, ഇവിടെ ഇരുന്നോളി കുറച്ചേരം. ഓനെ ഇപ്പൊ വരെ കാര്യം. ശരി ഇത്താ. അല്ല ഇത്താ, ഞങ്ങൾ പോട്ടെ. അമ്മ തിരക്കുന്നുണ്ടാവും, അമ്മയോടൊന്നും പറയാതെ പോന്നതാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മിനിനോടെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ചിലക്കാണ് ഇവിടെ ഇരുന്നോളി. എന്താണ് ചിഞ്ചു നിനക്ക് ഇത്ര തിരക്ക്? വീട്ടിൽ പോയിട്ട് ഞാനേ ബിരിയാണി കഴിച്ചിട്ട് പോരുന്നുള്ളൂ. നീ വേണേ പൊക്കോ. ഞാൻ പോവാ. ആ സുബേർ കാക്കാന്റെ കാറാണല്ലോ വരുന്നത്. ചിന്നു ഒലി വന്നിക്കണട്ടാ, വേഗം ഇങ്ങോട്ട് വാ. എവിടെ എന്റെ അബുക്കുട്ടൻ? അല്ലാ, എന്റെ കുട്ടിക്ക് എത്താ പറ്റിയത്? എന്റെ റബ്ബേ, എന്റെ കുട്ടീനെ ഈ കൊലത്ത് കാണാൻ ഇച്ച് വെച്ച. നിങ്ങൾ കൊണ്ടുപോയിക്കോളി അബൂക്ക എവിടേലും. അബു എന്റെ ചങ്ങായിമാരെ എന്നെ കാണാൻ വന്നിക്കണേ. ഒരു പോവാൻ നിൽക്കേനെ. ഞാൻ പോലെ ഇവിടെ പിടിച്ചു നിർത്തിയതാ. എന്നെ കണ്ടിട്ട് പോയാ മതി പറഞ്ഞു നമ്മള്. വിഷ്ണു ഉണ്ട്, ചിഞ്ചു ഉണ്ട്, ടുട്ടു ഉണ്ട്. അബു സുഖം തന്നെ അല്ലേ? കല്യാണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? അങ്ങനെ നിന്നെ ഒറ്റക്കാക്കിട്ട് ഞാനിങ്ങനെ പോവാബോ? ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കും. ഇത് വേദനയുണ്ടോ? നീ എന്താ ചെയ്യുന്നേ? മോനെ ഇങ്ങോട്ട് നോക്കേ, എനിക്ക് എത്തൊക്കെയാണ് ഇവിടെ കൊടുക്കണത്. നോക്കേ, കൊറേ സാധനങ്ങളുണ്ട്. നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചൂടാവുന്നേ? എല്ലാവർക്കും ചോറ് എടുത്തച്ചാ. ഇത് പിന്നെ പറയാനുണ്ടോ? പിന്നെ ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ കിടന്ന് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ ആമിനാനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കല്യാണക്കാര്യം. അവള് കുറച്ച് കഴിഞ്ഞ് കദീസുമാനെയും കൂട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കാണാൻ. എന്നെ കൊണ്ട് ഇത്ര കല്യാണം ചെയ്യാൻ പറ്റുള്ളൂ. മക്കളെ ചോറ് കഴിക്കാൻ പോരി. അബു എനിക്കുള്ളത് ഉമ്മച്ചി അങ്ങോട്ട് കൊണ്ടുവരട്ടാ. അബു ഞങ്ങൾ പോയിട്ട് പിന്നെ വരാട്ടോ. ഓന്റെ ഒരു തമാശ. ആമിന വന്ന് എന്നെ വിളിച്ചണേ. ഇല്ല, ആരെയും വന്നിക്കണത്? കദീസുമ്മയോ? ആ ആമിനയുണ്ടല്ലോ. എവിടെ എന്റെ മോനെ അബു? ഇച്ചോനൊന്ന് കാണണം. ഓനോട് രണ്ട് വർത്താനം പറയാണ്ട്. മോയന്താ ഞാൻ വന്നിട്ടേ 10-55 കൊല്ലേക്കണോ? ജിന്നെപ്പ കാണുള്ളൂ. എത്താ അവന്റെ ഒരു എളി. അബു ആണുങ്ങളോട് മുണ്ടാൻ പാടില്ല എനിക്കറിയില്ല ആമിന. ഞങ്ങളെ തറവാട്ടേരേ ആണുങ്ങളെ കണ്ടാലേ തല താത്തി നിക്കല, ഒന്നും മുണ്ടൂല. അപ്പൊ നിങ്ങളെന്തേ പെണ്ണല്ലേ? ഇച്ചേനെ ആണുങ്ങളോട് മുണ്ടനോട് കുഴപ്പമില്ല. ഞാനേ കദീസുമ്മയാണ്, കദീസുമ്മ. ചോറൊക്കെ തിന്നാൻ പറ്റേ? ചെന്നോട് കുറച്ച് ചോദിച്ചാണ്ട്. എത്തപ്പന്റെ വിചാരം? ഇജത്തന്നെ പൊട്ടത്തിയാക്കുക. ചെക്കൻ മാണ്ടട്ട എനിക്ക് വല്ലാതെ തൊള്ള കൂടിയിരിക്കണേ. ഈ കദീസുമ്മാനോട് വർത്താനം പറയുന്നത് നല്ല ആലോചിച്ചോണ്ടേ. ജാമിനാണ് കല്യാണം കഴിച്ചാൻ പോകണെന്നൊക്കെ പറഞ്ഞു കേട്ട്. വെറുതെ പറഞ്ഞതേനു? അങ്ങനെ ചെറുതൊന്നും പറയണ്ട.
അന്നെ പോലെ ഒരു മൊയന്തിന് ഏതായാലും എൻ്റെ ആമിനാനെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. അതിനേക്കാളും നല്ലത് ഞാൻ അവളെ പോയന്റെ നടുവ് കൊണ്ടുപോയി ഇട്ടോളാം. ദത്ത് കൊണ്ടുവരാൻ എനിക്ക് അന്ന രണ്ട് ചീത്ത വരാൻ വേണ്ടിട്ട് വന്നതേന് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ദത്തടിച്ചു എനിക്ക് കൊടുത്തു കൊടുക്കണ്ടേ? അതിപ്പോ നിങ്ങൾക്ക് അറിയണ ആവശ്യം? ഏതായാലും നിങ്ങൾക്ക് പറ്റിയ സാധനമൊന്നുമല്ല. അതെന്താ ഞാൻ കാണാൻ പറ്റാത്തൊരു സമ്മാനം എനിക്ക് ഇപ്പച്ചി വാങ്ങി തന്നതാ. സുബീറിനല്ലെങ്കിലും പണ്ടേ പിരാന്താണല്ലോ. സത്യം പറഞ്ഞടാ ചെക്ക, അന്നെ മിക്കവാറും ഞാൻ ചൂടാക്കും. കതീസുമ്മ നിനക്ക് കുറച്ച് ചോറ് എടുക്കട്ടെ? ഇച്ച വേണ്ട എന്നെ ചോറൊന്നും. ഈ ചോറ് തന്നുകാണിന്റെ അങ്ങനെ സോപ്പിടാന്നൊന്നും വിചാരിച്ചണ്ട. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് വരട്ടിയതും. ബീഫ് വരട്ടിയതുണ്ടാ? ബീരാൻക്കെന്നേ അങ്ങാടിയിൽ നിന്ന് നല്ല അടിപൊളി ബീഫ് കിട്ടിയപ്പോ കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആമിനെ വന്ന് തിന്നോട്ടെ. അല്ല ബീഫ് ഉണ്ടെങ്കിൽ ഇന്ന് ഇച്ചും കുറച്ച് തന്നാളാ. അതൊരു തമാസ. അല്ലേലും നമ്മളൊരു പെരക്കാര മാതിരി കഴിഞ്ഞതല്ലേനെ പാത്തോ. അതന്നെ, നിങ്ങൾ വരി നമുക്ക് ചോറ് തിന്ന. ചിക്കൻ ബിരിയാണി നിങ്ങൾ രണ്ടാളും ഇരിക്കും, ഞാൻ ഇപ്പൊ ചോറ് കൊണ്ടുവരാം. ആമിന ബിരിയാണി നല്ല പള്ള നിറച്ച് തിന്നോണ്ടി. ഇനി പെരിയിൽ വന്ന് കാണിച്ച് പൈച്ചുകൊണ്ട് നോച്ചാ നിക്കണ്ട. ആയിക്കോട്ടെ വല്യമ്മ. ഇതെത്ത സാധന? ചോറ് വെച്ചങ്ങള്? ഇല്ല വെച്ചിട്ടില്ല. ചോറില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. ചോറ് വെച്ചാണ് ഇവിടുന്ന് പോവാൻ പറ്റൂല. ആയിക്കോട്ടെ ഞങ്ങൾ തിന്നിട്ട് പോയിക്കോളാം. അല്ല നിങ്ങളാരാ ഇവിടെ പെരീത്തെ ഗുണ്ടേ? കദീസുമ്മ ഇങ്ങക്ക് ഓനെ മനസ്സിലായില്ലേ? അതിന്റെ അനിയനെ ജമാലാണേ. നിന്റെ പടച്ചോനെ ജമാലെ ഇജേനിത് മൂക്കാട്ട് ഒലിപ്പിച്ച് നടന്നീന ചെക്കനാ. എത്ര വലുപ്പക്കായജി. ഇത് തന്റെ രണ്ട് കണ്ണും ഇവിടെ പുറത്തേക്ക് ചാടിക്കണത്. ചോറ് കഴിക്കി എനിക്കിട്ട കദീസുമ്മ. നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ തിന്നോളാം. ആമിന ചിക്കൻ കാലൊക്കെ പറിച്ച് തിന്നോ. ഇജത്തെ സിറിയിൽ നോക്കി നിൽക്കണ്ടേ? എനിക്ക് വേണം. നീക്കും കൊതിവിട്ട് ഇങ്ങനെ നിന്നോ. മനുഷ്യനൊന്ന് തിന്നാനേക്കുള്ള ചാല് വല്ലാത്ത ഇറങ്ങാറല്ലേ. ഞാൻ ഇട്ട് തരണോ? ഇട്ട് തരൊന്നും വേണ്ട, ഞങ്ങൾ ഇട്ട് തിന്നോണ്ട്. ഈ കദീസുമാക്കെ തിന്നാനൊന്നും ആരും പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തറവാട്ടേര് എന്നും ചിക്കൻ തിന്ന് കഴിഞ്ഞോളാ. എന്നെ പഠിപ്പിച്ചാൻ വന്നേക്കും. നല്ല അങ്ങോട്ട് കടിച്ച് പറിച്ച് തിന്നൂടെ എന്റെ ആമിന. എനിക്ക് മതി. ഈ കഷ്ണം കൂടി തിന്നാമിന. ഇച്ചു വേണ്ട, നിങ്ങൾ തിന്നോളി. എന്റെ പഠിച്ചോനെ വലിയൊരു കോഴിയാണല്ലത്. ഇച്ചാണെങ്കിൽ തിന്നാനും വെച്ച പെരിക്ക് കൊണ്ടുപോയാൽ മതിയേനും. ഒരു കവർ എടുത്താൽ മതിയേനും. അപ്പൊ തന്നെ തൽക്കാലം എന്റെ പർദ്ദന്റെ ഉള്ളിൽ വല്ല വെക്ക, ആരും കാണൂല. പാത്തോ എന്നാ ഞാൻ പോട്ടെട്ടാ. നിങ്ങൾ പോവാ? പോട്ടെ, നേരെ മൂന്തി ആവാനേക്കൂടെ. ആയിക്കോട്ടെ, പെരക്കാരോട് എന്റെ അന്വേഷണം പറഞ്ഞിട്ടാ. പഠിച്ചോനെ ഈ കോഴിക്കാല് പർദ്ദന്റെ ഉള്ളിൽ ചാടുവെന്നാവും. ഒന്ന് നിന്നാണി. എത്ത മോനെ, നിങ്ങൾ അബുവിനോട് പോവാന്ന് പറഞ്ഞില്ലേ? ആ പൊട്ടനോട് ഇനിയിപ്പോ പറയണ എന്ത്? അല്ല ഞാൻ പറഞ്ഞാണ്ട് വരാന്ന് പറയുന്നു. ഞങ്ങൾക്ക് എന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലേ. നിങ്ങൾ നടന്നൂടി. നോക്ക്, എന്റെ ചിക്കൻ. ചെക്കനോ? എവിടെ ചെക്കനെ? ഞാൻ എടുത്തുവെച്ച കോഴിയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു? അതന്നെ, ഈ കോഴിക്ക് ജീവൻ ഉണ്ടെന്നാ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വയറ്റിൽ എങ്ങനെ വരുമോ? ജീവനാ? അതിനൊരു ജീവനും ഇല്ല. നിങ്ങളെ പർദ്ദന്റെ അടിയിൽ വീണതല്ലത്. ഞാൻ എന്റെ പർദ്ദന്റെ ഉള്ളിൽ കോഴി കച്ചവടല്ലേ. ഒന്ന് പോടെ ചേർക്കാം. ഇച്ചിപ്പനെ കണ്ടപ്പത്തേനെ തോന്നിന് പത്തോ അപ്പൊ എനിക്ക് കള്ള ലക്ഷണം. ഓനെ കോഴി കട്ടെടുത്ത് മുങ്ങാളെ പരിപാടി ഇരുന്നാ തോന്നുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മേത്ത് കിട്ടതാണ്. വെറുതെ നോണ പറഞ്ഞാണ്ടല്ലോ, ഒരൊറ്റ വീക്ക് ഞാൻ വെച്ച് തരും. ഇച്ചന്റെ ഉണങ്ങിയ കോഴി കിട്ടിയുമാണല്ലോ. എന്നാലും പെരിയിൽ വരുന്ന ആൾക്കാരോട് ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ പെരുമാറല് എന്തൊരു മോശമാണ് ഇതൊക്കെ. അവന്റെ കണ്ണ് കണ്ടില്ല കോഴിമുട്ടന്റെ മാതിരി. ഓൻ തന്നെയാണ് ഇറച്ചി കട്ടെടുത്തോണ്ട്. എന്തൊരു സാധന ഇത്. ഞാൻ എന്റെ പാത്തും അജി കാട്ടിയത് തീരെ ശരിയായില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്നെ കള്ളത്തേക്കാൻ വേണ്ടിട്ട് പാട്ടെ പണിയാണിത്. ആമിന ഇവിടെ കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാൻ പറ്റൂല. ഞാൻ പോവാണ്. നിങ്ങൾ പോയിക്കോളി, ഞാൻ വരാം. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ചിലക്കാണെങ്കിൽ വന്നോ. ഞാൻ അബുവിന് ഗിഫ്റ്റ് കൊടുത്താട്ട് എന്ത് വരാം. ഇത് അവരെ പണി തന്നെയാ. കദീസുമ്മാന്റെ പണി തന്നെയാണ്. അവളെ സ്ഥിരം പരിപാടിയാണത്. അവന്റെ പഠിച്ചവനെ ഭാഗ്യത്തിനെ കഴിച്ചിലായത്. എന്നാലും ആ കോഴി എങ്ങനെ എന്റെ പർദ്ദന്റെ ഉള്ളിൽ നിന്ന് മൂന്നൂന്നാവും. ആ ജമാലിഹിമാറിന്റെ ഒന്ന് കിട്ടിയാലേ എന്റെ കഥ കഴിഞ്ഞിനും. എന്നാലും ആ കോഴി പോയൊരു വേദന ചാലോചാൻ വെച്ച ജൗടേനി എനിക്ക് ഞാൻ പേരിലെത്തട്ടെ. സുബൈറിനോട് ഞാൻ പറയുന്നുണ്ട്. അവളെ അബുവിന് ഗിഫ്റ്റ് എടുക്കല്. സൽക്കാരം നടന്നൂട്. എന്തൊരു സാധനം അത്.